ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ ദൃശ്യം. RSS ഗാന്ധിവധം മുതൽ ബാബറി മസ്ജിദ് തകർത്തത് ഉൾപ്പെടെയുള്ള അവരോട് എന്ത് ചർച്ചയാണ് ജമാഅത്ത് ഇസ്ലാമിന് നിർവഹിക്കാനുള്ളത്? കേരളത്തിലെ മുസ്ലിം സമുദായങ്ങൾ ഒന്നും ഈ ചർച്ചയെ അനുകൂലിക്കുന്നില്ല. കോഴി സംരക്ഷണത്തിന് വേണ്ടി ഉറുക്കൻ്റെ അടുത്തേക്ക് പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് ചില സംഘടനാ നേതാക്കൾ അതിനോട് പ്രതികരിച്ചത്. അപ്പോൾ തീർച്ചയായും കേരളത്തിൽ ഉയർന്നു വന്ന ഈ ചർച്ച അതൊരു ഗൗരവമുള്ള പ്രശ്നമാണ് എന്ന് കോൺഗ്രസിനോ അങ്ങനെ ഗൗരവമുള്ള പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ലീഗിനോ BJPക്ക് തന്നെയോ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കാതെ രീതിയിലുള്ള സങ്കീർണത അതിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. മുസ്ലിം സമുദായം അതിൻ്റെ വിവിധ ശാഖകൾ ഇത്തരത്തിലുള്ള നിലപാടിനോട് കടുത്ത വിയോജിപ്പാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് നമുക്കെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രതികരണം ശരിയായിരുന്നു എന്നാണ്, യാഥാ ഉദ്ഘാടനത്തിൻ്റെ വേദിയിൽ ചൂണ്ടിക്കാണിച്ച കാര്യം ശരിയായിരുന്നു എന്നാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതേപോലെ നമ്മുടെ മലയാള ഭാഷ ശ്രദ്ധേയമായ ഒരു നിലപാടിലൂടെ നടപടിയിലൂടെ ഹൈക്കോടതിയുടെ വിധി പ്രഖ്യാപനത്തിലൂടെ ഇതേവരെ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒരാശയമായിട്ട് നിൽക്കുക എന്നതിൻ്റെ അപ്പുറത്ത് കടക്കാൻ നമുക്ക് സാധിച്ചിരുന്നില്ല. അപ്പോൾ കേരള സർക്കാർ സ്വീകരിച്ചു വരുന്ന നടപടികൾക്ക് തീർച്ചയായിട്ടും ഏറെ സഹായകരമായ രീതിയിലാണ് മാതൃഭാഷാ ദിനമായ ചൊവ്വാഴ്ച കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് S. മണികുമാർ, ജസ്റ്റിസ് ഷാജി P. ചാലി എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിൻ്റെ 2 ഉത്തരവുകളാണ് മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചത്. അതൊരു വലിയ കാൽവെപ്പാണ്. ഗവൺമെൻറ് കുറച്ചു കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തൊഴിലാളികൾക്ക് ഈ ആനുപാതിക പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട ഓപ്ഷൻ നൽകാൻ സുപ്രീം കോടതി 120 ദിവസം, അതായത് 4 മാസം അനുവദിച്ചിട്ടും 10 ദിവസം മാത്രം ബാക്കി നിൽക്കെയാണ് EPF എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ ഉത്തരവിറക്കിയത്. മാർച്ച് 3-നകം ഓപ്ഷൻ നൽകാൻ സുപ്രീം കോടതി വിധിച്ചിട്ടുള്ളത്. ഇറക്കിയ ഉത്തരവാവട്ടെ സർവത്ര ആശയക്കുഴപ്പം സൃഷ്ടിച്ചിട്ടുള്ള ഒന്നാണ്. ഇന്ന് പത്രമാധ്യമങ്ങളൊക്കെ ഇത് സംബന്ധിച്ച് അവരുടെ പരാമർശങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ തൊഴിലാളികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കാൻ ഇനിയെങ്കിലും കേന്ദ്ര സർക്കാർ മുന്നോട്ട് വരണം. അർഹരായ ആർക്കും ആനുകൂല്യം നഷ്ടപ്പെടില്ല എന്ന് ഉറപ്പാക്കാനാവണം എന്നാണ് ഇന്നിപ്പോൾ പത്രങ്ങളിലും അതുപോലെ തന്നെ മാധ്യമങ്ങളിലും വന്നിട്ടുള്ള കാര്യം. ഞങ്ങളതിനൊപ്പം തന്നെ നിൽക്കുകയാണ്. ഉത്തരവുകൾ മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച് നടപടിയെ തുറന്ന മനസ്സോടുകൂടി തീർച്ചയായിട്ടും നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹൈക്കോടതിയുടെ ഉത്തരവിനെ സ്വാഗതം ചെയ്യാൻ സാധിക്കേണ്ടതുണ്ട്. ഇന്നത്തെ പൊതുവായിട്ടുള്ള ചിത്രം എന്ന രീതിയിൽ നിങ്ങളോട് സംസാരിക്കാനുള്ള കാര്യം ഇതാണ്. എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ നമുക്ക് പറയാം. ഒരു സ്വഭാവം ഉണ്ടില്ല. അതന്നെയാണ്. അല്ല, വിശദാംശം പുറത്തു വരാനില്ല. കൃത്യമായി എന്നാ ചോദ്യം ചോദിക്കും. ആദ്യം ചോദ്യം ചോദിച്ചാലേ മനസ്സിലാവുള്ളൂ. മാസം 21-ാം തീയതി MV ഗോവിന്ദനോട് മാധ്യമങ്ങൾ ചർച്ചയെക്കുറിച്ച് അപ്പൊ അന്ന് പറഞ്ഞത് ചർച്ചയില്ല, ചർച്ച നടക്കുന്നില്ല എന്നാണ്. എന്തിനാണ്? അല്ല, ഒരു ഒളിച്ചുകളിയും ഇല്ല. കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. അതായത് നമ്മൾ കണ്ണൂരിൽ നടത്തിയിട്ടുള്ള നിരവധി യോഗങ്ങളുണ്ട്, സർവകക്ഷി യോഗങ്ങളുണ്ട്, ഉഭയകക്ഷി യോഗങ്ങളുണ്ട്. ആ ഉഭയകക്ഷി യോഗങ്ങളും സർവകക്ഷി യോഗങ്ങളും എല്ലാം എന്താ ഉദ്ദേശിച്ചത്? ഒരേ ഒരു കാര്യമാണ്. അത്
കണ്ണൂർ ജില്ലയിലും കേരളത്തിലും സമാധാനം സ്ഥാപിക്കുന്നതിന് വേണ്ടി ഫലപ്രദമായി രാഷ്ട്രീയ പാർട്ടികളും പ്രസ്ഥാനങ്ങളും തമ്മിലുള്ള ഇടപെടലുണ്ടാകുക എന്നാണ്. അതിൽ പിന്നെ വേറെ രഹസ്യത്തിലൊരു പ്രശ്നമേ വരുന്നില്ല. അതുകൊണ്ട് രഹസ്യമായ ഒരു യോഗം ചേർന്നിട്ടില്ല. രഹസ്യമായ ഒരു യോഗത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അതാ പറഞ്ഞത്. നിഷേധിച്ചിട്ടില്ല, ആരും നിഷേധിച്ചില്ല. ഞാൻ അന്നും നിഷേധിച്ചില്ല, ഇന്നും നിഷേധിക്കുന്നില്ല, നാളെയും നിഷേധിക്കൂല. കാരണം ഇത് പരസ്യമായ യോഗങ്ങളാണ് നടന്നത്. യഥാർത്ഥത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുമായി ചേർന്ന യോഗമുണ്ട്, ഉഭയകക്ഷി ചർച്ച നടത്തിയിട്ടുള്ള സംഭവങ്ങളുമുണ്ട്. ഇത് രണ്ടും എന്തിനാണ് രഹസ്യമായി വെക്കേണ്ട കാര്യം? ഒരു രഹസ്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. നിഷേധിച്ചിട്ടുമില്ല. ആ വീടിൻ്റെ നോക്കും. അതായത് രഹസ്യയോഗം നടന്നിട്ടില്ല. അത് അന്നും നിഷേധിച്ചിട്ടുണ്ട്, ഇന്നും നിഷേധിച്ചിട്ടുണ്ട്. പിന്നെന്താ കുഴപ്പം? അതേ രഹസ്യയോഗം നടന്നിട്ടില്ല, ഇപ്പോൾ നടന്നിട്ടില്ല. ഞങ്ങൾ ഇത് സംബന്ധിച്ച് അതൊക്കെ അതിനുശേഷം എത്രയോ ആളുകൾ കൊന്നിട്ടുണ്ട്. അതിനുശേഷം എത്രയോ ആൾ സഹപ്പെടുത്തിയതിന്റെ 1ാം വാർഷികം ഇന്നലെ രാവിലെ അവിടെ രക്തസാക്ഷി സ്തൂപത്തിൽ പുഷ്പാർച്ചന നടത്തിയ എന്നോടാണോ താങ്കൾ ചോദിക്കുന്ന ഈ ചോദ്യം? അല്ല, ഇതൊരു കാര്യം കൂടി ഞാൻ പറയാം. പ്രതിപക്ഷ നേതാവിന് ഇങ്ങനെയുള്ള ഇതുപോലുള്ള ആരോപണം ഉന്നയിക്കാന്ന് മനസ്സിലായല്ലോ. അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഇപ്പോൾ അങ്ങനെയല്ല സംഭവമൊന്നും. അതുകൊണ്ട് പറയുന്നത്, അതായത് വലിയ സംഘർഷവും പ്രശ്നങ്ങളും രൂപപ്പെട്ടു വന്ന ഘട്ടങ്ങളിലൊക്കെ സർവകക്ഷി സമ്മേളനം നടന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഉഭയകക്ഷി സമ്മേളനം നടന്നിട്ടുണ്ട്. അതെല്ലാം നടന്നതിൻ്റെ ഭാഗമായിട്ട് നല്ലതുപോലെ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി കേരളത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, ഞങ്ങളതിലെടുത്തൊരു നിലപാട് 22ാം പാർട്ടി കോൺഗ്രസിന്റെ തൃശൂർ സമ്മേളനത്തിൽ പാർട്ടിയുടെ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ അന്നത്തെ അധ്യക്ഷ പ്രസംഗത്തിൽ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു. ഞങ്ങൾക്കെതിരായിട്ട് ഇങ്ങോട്ട് കടന്നാക്രമം വന്നാലും അങ്ങോട്ടേക്ക് കടന്നാക്രമിക്കുക അല്ലെങ്കിൽ അതിനെ തന്നെ ചെറുക്കുക എന്നുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിക്കില്ല എന്ന് പരസ്യമായിട്ട് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ആ നിലപാട് സ്വീകരിച്ചു. പൊതുവേ പിന്നെ ഇങ്ങോട്ടേക്ക് കടന്നാക്രമിക്കുക എന്നുള്ളത് അവർക്ക് അത്രത്തോളം തുടർച്ചയായി സാധിക്കാത്ത സാഹചര്യം വന്നു. എന്നിട്ടും ഞങ്ങൾ പാർട്ടി കേഡർമാരെ, പാർട്ടി സഖാക്കളെ RSSും കോൺഗ്രസും കൊന്നിട്ടുണ്ട്. അതിന്റെ ധീരജിന്റെ നാട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഒരു കൊല്ലമായിട്ട് അല്പം ദിവസം മാത്രമേ ആയിട്ടുള്ളൂ ധീരജിനെ കൊലപ്പെടുത്തിയിട്ട് ഇടുക്കിയിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന തളിപ്പറമ്പിലെ ചെറുപ്പക്കാരനായിരുന്നു. അത് കോൺഗ്രസും കൊന്നിട്ടുണ്ട്, അതുപോലെ തന്നെ RSSും കൊന്നിട്ടുണ്ട് എന്നുള്ളത് കാര്യമാണ്. പക്ഷേ ഞങ്ങളെടുത്ത നിലപാട് അത്തരത്തിൽ അതേപോലെ തിരിച്ചടിക്കുക എന്നുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിക്കുന്നില്ല എന്ന് പരസ്യമായിട്ട് പറഞ്ഞ കാര്യമാണ്. 2019 വരെ ഈ ജമാഅത്തെ ഇസ്ലാമിനോട് ഒരു തരത്തിലുള്ള തൊട്ടുകൂടായ്മ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, പല തദ്ദേശ സ്ഥാപനങ്ങളിലും ധാരണയുടെ പുറത്ത് ഭയക്ക് പോലും ചെയ്തിട്ടുണ്ട്. 2019 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ രാഷ്ട്രീയമായ ഒരു കൂട്ടുകെട്ട് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടേയില്ല. SDP ആയിട്ട് ഉണ്ടാക്കിയിട്ടില്ല, അതുപോലെ തന്നെ ഈ പറഞ്ഞ ജമാഅത്ത് ഇസ്ലാമായിട്ട് ഉണ്ടാക്കി. അല്ലല്ല, UDFിനോട് അനുകൂലം പ്രകടിപ്പിച്ചോ എതിർപ്പ് പ്രകടിപ്പിച്ചോ എന്നുള്ളതല്ല പ്രശ്നം. അവരെടുത്തുകൊണ്ടിരിക്കുന്ന വർഗീയ നിലപാടാണ് പ്രശ്നം. വർഗീയ നിലപാടിനോട് ഒരിക്കലും വിട്ടുവീഴ്ച സമീപനം CPIM സ്വീകരിച്ചിട്ടില്ല. അത് ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും. എന്നാൽ ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയും ഒരേ തട്ടിലല്ല ഞങ്ങൾ കാണുന്നത്. എന്നാൽ ഭൂരിപക്ഷ വർഗീയതയെ ചൂണ്ടിക്കാണിച്ച് ന്യൂനപക്ഷ വർഗീയതയും, ന്യൂനപക്ഷ വർഗീയതയെ ചൂണ്ടിക്കാണിച്ച് ഭൂരിപക്ഷ വർഗീയതയും പരസ്പരം ശക്തിപ്പെടുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന നിലപാട് ഞങ്ങൾ അന്നേ സ്വീകരിച്ചതാണ്. ഇപ്പോഴും അത് തന്നെയാണ് സ്വീകരിക്കുന്നത്. എപ്പോഴൊക്കെയാണോ വർഗീയത പ്രകടിപ്പിച്ചത് അന്നൊക്കെ ഞങ്ങളെതിരാണ്. അതുകൊണ്ട് അതിന് ഇത്ര കൊല്ലതൊന്നും പറയേണ്ടിയില്ല. എപ്പോഴൊക്കെയാണോ വർഗീയത പ്രകടിപ്പിച്ചത് അന്നൊക്കെ ഞങ്ങൾ അതിനെതിരാണ്. അത് RSSനും എതിരാണ്, BJPക്കും എതിരാണ്. ഞങ്ങൾക്ക് തർക്കമില്ല. അല്ല, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവാതെ എന്നെ പരിപാടിക്കാരനൊരു കാര്യമില്ല. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ. സംഘർഷാത്മകമായ ഒരു പശ്ചാത്തലം ഈ കണ്ണൂരിലും കേരളത്തിലും നിലനിൽക്കുമ്പോഴാണ് അത് പരിഹരിക്കുന്നതിന് വേണ്ടി സർവകക്ഷി സമ്മേളനം ചേർന്നത്. ആ സർവകക്ഷി സമ്മേളനത്തിന്റെ ഭാഗമായിട്ടാണ് ഉഭയകക്ഷി ചർച്ച നടക്കുന്നത്. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവാതെ ഇനി വേറെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ മനസ്സിലായില്ലേ? അടുത്ത ചോദ്യം. ഇനി അടുത്ത ചോദ്യം. എന്താ കണ്ണൂരില് കേന്ദ്ര കമ്മിറ്റി അംഗമായ ഷാജർ സ്വർണ്ണക്കടത്ത് സംഘമായിട്ടൊക്കെ ബന്ധപ്പെടുന്നവർക്ക് മനു തോമസ് ജില്ലാ കമ്മിറ്റി അംഗം ഒരു പരാതി നൽകുകയും M. സുരേന്ദ്രനെ കമ്മീഷനാക്കി അന്വേഷണം പാർട്ടി നടത്തുന്നുണ്ട്. MP ചേരാൻ തന്നെ പറയുന്നത് ഞാൻ
പച്ചക്കള്ളാണ്, താങ്കളാണ് കൊടുത്തതെന്ന് ഇപ്പോൾ മനസ്സിലായി. താങ്കളിപ്പോൾ CPM-ന്റെ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തിട്ടില്ല, ഞാനാണ് ജില്ലാ സെക്രട്ടറി. CPM-നെതിരായി തില്ലങ്കേരി വിഷയം വെച്ചിട്ടൊരു കള്ളവാർത്ത കൊടുത്ത് CPM-നെ ഒറ്റപ്പെടുത്താൻ നോക്കി. അത് പൊളിഞ്ഞുവെന്ന് ഇപ്പൊ വന്നപ്പോഴാണ് ഇങ്ങനെയൊരു ആരോപണം ഉന്നയിക്കുന്നത്. ഒരു സ്വർണ്ണക്കടത്തുകാരുമായിട്ട് CPM-ന്റെ ആർക്കും ബന്ധമില്ല. ഒരു പരാതിയോ CPM-ന്റെ നേതാക്കളെ പറ്റിയിട്ട് ഉണ്ടായിട്ടില്ല. ശരി, അടുത്ത ചോദ്യം എടുക്കാം. എരിയില്ലാതെ ചോദിച്ചു വല്ല കാര്യമുണ്ടോ? അല്ല, ഞാൻ ഇവിടെ സെക്രട്ടറി ഇരിക്കുമ്പോൾ ഇവിടെ ഞാൻ പറയേണ്ട കാര്യം തെറ്റിതിരുത്തൽ രേഖയിൽ പലതും ചർച്ച ചെയ്തിട്ടുണ്ടാവും. ആ ചർച്ചയിനെപ്പറ്റി നിങ്ങൾക്ക് യാതൊരു വിവരവുമില്ല. അപ്പം നിങ്ങൾക്ക് വിവരം ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ചില കാര്യങ്ങൾ തെറ്റായ രീതിയിൽ പ്രസിദ്ധീകരിക്കുകയാണ്. അതിന്റെ ഉത്തരവാണ് ജയരാജൻ ഇപ്പം പറഞ്ഞിട്ടുള്ളത്. ശരി, അത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. ഹൈക്കോടതിയുടെ നിലപാടാണ് ഞങ്ങളുടെ നിലപാട്. രാഷ്ട്രീയ നേതാക്കന്മാർ ഒക്കെ പോയിട്ട് ഈ അമ്പലം ഭരിക്കേണ്ട യാതൊരു കാര്യം. പ്രധാനമന്ത്രി ഭരിക്കുന്നത് അതുകൊണ്ടാണ്. അതിനും ഞങ്ങൾ എതിരാണ്. പ്രധാനമന്ത്രിയാണല്ലോ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം നിർമ്മിക്കാനുള്ള ട്രസ്റ്റിയായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് രാമക്ഷേത്രമാണ്. അതിലും നിങ്ങൾ എതിരാവുമല്ലോ. ഞങ്ങൾ പൊതുവായിട്ട് എടുക്കുന്ന നിലപാട് ക്ഷേത്രത്തിന്റെ വിശ്വാസികളായിട്ടുള്ള അതിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾ തന്നെ ക്ഷേത്രം ഭരിച്ചാൽ മതി എന്ന് തന്നെയാണ്. അതിൽ RSSോ BJPയോ കോൺഗ്രസോ മാർക്സിസ്റ്റോ ഒന്നും തന്നെ ഇതിന്റെ ഭാഗമായിട്ട് ഭരണരംഗത്തേക്ക് വരേണ്ട കാര്യമില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. DYFI ആയാലും തന്നെ ആയിക്കോട്ടെ. DYFI രാഷ്ട്രീയ സംഘടന അല്ലല്ലോ. അതിനൊന്നും സംശയമുള്ളത്. DYFI ഒരു പുതിയ ഒരു ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന യുവജന സംഘടനയല്ലേ. അതെങ്ങനെയാണ് രാഷ്ട്രീയ സംഘടനയാകുക? അതിന് രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളുണ്ടോ? അതിനും അത് യുവജന സംഘടനയുടെ മുദ്രാവാക്യമല്ലേ ഉള്ളത്. അതൊരു ജനാധിപത്യ പ്രസ്ഥാന രീതിയിൽ പ്രവർത്തിക്കുകയല്ലേ. അതും ആ രീതിയിൽ അവർ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അത് ശരിയുമാണ്. അവർ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ പാർട്ടി നേതാക്കളാവും. പാർട്ടി നേതാക്കൾ വിവിധ സംഘടനകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതത് സംഘടനകൾ ജനാധിപത്യപരമായി സ്വാതന്ത്ര്യമുള്ള സംഘടനകളാണ്. നിങ്ങൾ എങ്ങനെ ആഗ്രഹിക്കുന്നത്? അല്ല, ചോദ്യം തന്നെ ഞാൻ പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? രാഷ്ട്രീയക്കാരല്ലാത്തവർക്ക് പങ്കെടുക്കാമെന്ന് DYFIക്കാരൻ അതിനെ പറയേണ്ട കാര്യമില്ലല്ലോ. രാഷ്ട്രീയക്കാരല്ലാത്തവർക്ക് പങ്കെടുക്കാന്ന് പറഞ്ഞാൽ പിന്നെ മറ്റു DYFIക്കാർക്കോ SFIക്കാർക്കോ പങ്കെടുക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യം ചോദിക്കുന്നതിന് പ്രസക്തിയുള്ളത്. ക്ലാരിഫിക്കേഷൻ നല്ലപോലെ ഉള്ളതുകൊണ്ടാകുന്നു. നിങ്ങൾക്ക് നല്ലപോലെ ക്ലാരിഫിക്കേഷൻ ഉണ്ട്. അതുകൊണ്ട് ചോദിക്കുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്കൊരു വാർത്ത ഉണ്ടാക്കണം. ആ വാർത്ത ഉണ്ടാക്കാൻ എന്റെ വായിൽ തന്നെ വേണം വിചാരിച്ചാൽ നടക്കുമോ? നാല് ദിവസം കഴിഞ്ഞിട്ട് ഈ പട്ടിക മുന്നോട്ട് വയ്ക്കുന്നത് വ്യവസായ കേന്ദ്രത്തിൽ അറിയാൻ കഴിയുന്നത് സോർട്ട് ഔട്ട് ചെയ്യാൻ സമയം എടുക്കുന്നതാണ്. അതെ, 1,32,000 ഉണ്ട്. ഒന്നും രണ്ടൊന്നുമല്ല. 1,32,000 ഉണ്ട്. ആ 1,32,000 വരുന്ന മാർച്ച് മാസം ആകുമ്പോഴേക്കും 1,50,000 ആവും. അതിൽ ചിലപ്പോൾ അധികമാവും. അത്രയും കാര്യങ്ങളൊക്കെ സോർട്ട് ചെയ്തിട്ട് നിങ്ങൾ ചോദിക്കുന്ന പോലെ അപ്പം തന്നെ കിട്ടുക എന്നുള്ളത് കുറച്ച് പ്രയാസമായിരിക്കും. പിന്നെ അതിൻ്റെ അകത്ത് ഏതെങ്കിലും 1, 2, 3, 4, 5 ചൂണ്ടിക്കാണിച്ചിട്ട് അത് വലിയ കുഴപ്പത്തിലാണ് എന്ന് പറയുന്നൊരു യാതൊരു കാര്യമില്ല. അത് ഒരു നിശ്ചിത ശതമാനം പ്രശ്നം ഉണ്ടാവും. ഞങ്ങൾ 1 ലക്ഷമല്ലേ തീരുമാനിച്ചിട്ടുള്ളൂ. ഇപ്പോൾ 1.5 ലക്ഷം ആയില്ലേ. അതുകൊണ്ട് വിഷമിക്കാതെ സൂക്ഷിച്ച് കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി നിങ്ങൾ പ്രസിദ്ധീകരിച്ചു. മനോരമയാണ് ആദ്യം ആ കള്ളവാർത്ത പ്രസിദ്ധീകരിച്ചത്. അല്ല, ഈ RSSന്റെയും BJPയുടെയും പിന്തുണയില്ലെങ്കിൽ ഈ ഇന്ത്യയിൽ ഈ സ്വർണ്ണ കള്ളക്കടത്ത് നടക്കുവോ? കേരളത്തിൽ ഉൾപ്പെടെ നടന്ന എല്ലാ കള്ളക്കടത്തിന്റെയും പിന്നിൽ കേന്ദ്ര ഗവൺമെന്റിന് കൈയുണ്ട്. ആർക്കാ സംശയമില്ലാത്തത്? ആ സംശയം മുമ്പേ ഉന്നയിച്ചതല്ലേ. ആ സംശയം എല്ലാവരും ഉന്നയിച്ചിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ കുറെ കൂടി വാർത്ത കൃത്യമായിട്ട് അത് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത്രേ കണ്ടു അക്കാര്യത്തിൽ. ഇന്ത്യയിൽ സ്വർണ്ണക്കടത്ത് വ്യാപകമായിട്ട് നടക്കുന്നു കേരളത്തിൽ ഉൾപ്പെടെ എങ്കിൽ അതിന്റെ പിന്നിൽ ഭരണവർഗത്തിന്റെ പൂർണ്ണമായ പിന്തുണയുണ്ട് എന്നാണ് ഒന്നുകൂടി സമർത്ഥിക്കുന്നത്. അത് നേരത്തെ കഴിഞ്ഞു. സംരംഭക പട്ടികയിൽ 1.5 ലക്ഷമല്ലേ വരാൻ പോകുന്നത്. അതിൽ ഏതെങ്കിലും തർക്കം പ്രശ്നം ഒന്നുമില്ല നമുക്ക് പരിഹരിക്കാം കേട്ടോ. അതിൽ വിഷമിച്ച് ഒരു കാര്യവും കണ്ടി. അതിനു മുമ്പേ അടഞ്ഞു ആ വിഷയം. അന്നൊന്നും അടഞ്ഞതല്ല. അതിനു മുമ്പേ തന്നെ ആ വിഷയത്തിൽ അടഞ്ഞാണ്. ഞാൻ തന്നെ പറഞ്ഞല്ലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റുമായിട്ട് ഒരു കള്ളക്കടത്തുകാരനും ഒരു ക്രിമിനൽ സംവിധാനത്തിനും ഒരു തരത്തിലുള്ള ബന്ധവുമില്ല. ഞാനത് പറഞ്ഞു കഴിഞ്ഞ ശേഷം വീണ്ടും അത് അങ്ങനെ ജയരാജനും P. ജയരാജനും പറഞ്ഞതുകൊണ്ട് മാത്രം അവസാനിച്ചു നിങ്ങൾ ധരിക്കേണ്ടില്ല. അതിന് മുമ്പേ അവസാനിക്കുകയാണ്.
രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും ഞങ്ങൾ വിശദീകരണം നടക്കും. അതിന്റെ വിഷമം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കില്ലേ വിശദീകരണം, ഇനിയും വിശദീകരണം നടത്തും. ആവശ്യമുള്ള സ്ഥലത്തെല്ലാം ഞങ്ങൾ വിശദീകരണം നടത്തും, യോഗം നടത്തും. അതിന് നിങ്ങൾ ബേജാറാവേണ്ട യാതൊരു കാര്യമില്ല. എപ്പോൾ വിശദീകരിക്കും? അതൊരു ആശയമല്ലേ, നിങ്ങളുണ്ടാക്കുന്ന ഒരു ആശയമല്ലേ ഇത്. ഈ വലതുപക്ഷ ആശയം ഉത്പാദിപ്പിക്കല്ലേ നിങ്ങളുടെ പണി. അതുകൊണ്ട് നിങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ആശയത്തിന് ഇടതുപക്ഷ സമീപനത്തിന്റെ ഭാഗമായിട്ട് മറുപടി പറയേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. ആ ഉത്തരവാദിത്വം ഞങ്ങൾ നിർവഹിച്ചുകൊണ്ടേയിരിക്കും. എല്ലാ കാലത്തും നിങ്ങൾ ഈ വലതുപക്ഷ ആശയം നിലനിൽക്കും നിങ്ങൾ ധരിക്കണ്ട. വരികൾക്കിടയിൽ വായിക്കാനും കാണുന്നതിന്റെ അപ്പുറം കാണാനുമുള്ള ശേഷി കേരളത്തിലെ ജനങ്ങൾക്കുള്ളത് കൊണ്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് നിലനിൽക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നല്ല ധാരണയുള്ളവരാണ് ഞങ്ങൾ. അതെല്ലാം ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾക്ക് ഇതൊന്നും മാറ്റി വെക്കേണ്ട യാതൊരു കാര്യമില്ല. ഇപ്പോൾ സമരം നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ചാവർ സംഘം ആണ് എന്ന് ഞാൻ ആദ്യം തന്നെ ഉദ്ഘാടനത്തിന് ദിവസം തന്നെ പറഞ്ഞു. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പോലീസുകാർ ഇത്രയും വമ്പിച്ച രീതിയിൽ ആളുകൾ മുഖ്യമന്ത്രി വരുമ്പോൾ അണിചേരുന്നത് എന്നുള്ള ചോദ്യം ചോദിച്ചല്ലോ. ഇന്നലെ കോടതി പോയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ സംഭവം? യൂത്ത് കോൺഗ്രസ്സുകാരൻ കോടതി പോയി. എന്താ കോടതി പോയി പറയുന്നത്? ഞങ്ങളുടെ പ്രവർത്തകന്മാരെ ഇടിച്ചു വീഴ്ത്താൻ ശ്രമിച്ചു എന്നാണ്. എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ സമരം ജനകീയ സമരം മറ്റാണോ? ഒന്നോ രണ്ടോ ആളുകൾ ഓടിയിട്ട് വണ്ടീന്റെ മുമ്പിൽ ചാടുക. ആ വണ്ടീന്റെ മുമ്പിൽ ചാടി മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോലീസുകാർ മുഴുവൻ പെടാപാട് പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സംഭവം ഇതാണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ചാവാൻ പോകുന്ന ഈ അവസ്ഥ മതിയാക്കുന്നത്, അന്ന് മുഖ്യമന്ത്രിക്കുള്ള സാധാരണ എസ്കോർട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പോലീസുകാർ യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ഇടയിൽ ചാടാൻ പോയിട്ട് പറയുകയാണ് ഞങ്ങളെ കൊല്ലാൻ നോക്കുന്നു എന്ന് പറയാൻ സാധ്യതയുള്ളത് എന്ന് മനസ്സിലായിട്ടാണ് പോലീസ് വളരെ ശക്തിയായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ മനസ്സിലായില്ലേ? ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഏത് പ്രതിഷേധമൊന്നുമില്ല. അതല്ലേ ഞാൻ പറഞ്ഞത്. എന്ത് പ്രതിഷേധ? രണ്ടാൾ കൂടി ചേർന്നാൽ പ്രതിഷേധമാകുമോ? നിങ്ങൾ കാണുന്നില്ലേ ഈ വാർത്ത മുഴുവൻ? രണ്ടെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ട് പുറപ്പെടുക, ഈ കരിങ്കൊടി എടുത്തിട്ട്. എന്നിട്ട് വണ്ടിയിലെ കൂടി പോകുന്നുണ്ടാവും. ആ വണ്ടിക്ക് മുമ്പ് ചാടുക. അപ്പോൾ പോലീസുകാർ ഇവരെ പിടിക്കാതിരിക്കാൻ പറ്റുമോ? ഇവരെ പിടിച്ചില്ല ചാടിപ്പോയിട്ടുണ്ടെങ്കിലോ? ഇപ്പോൾ ഞങ്ങൾ കൊല്ലാൻ ശ്രമിക്കുന്നു എന്നാണ് കേസ്. അപ്പോൾ ഇത് മുട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തായിരിക്കും സ്ഥിതി? അത് ഒഴിവാക്കി ഇത്രയും ദിവസം എന്നുള്ളത് കൊണ്ടാണ് ഗവൺമെന്റിന് പോലീസിന് നല്ല പുച്ഛണ്ട് കിട്ടുന്നത്.